ഉണ്ടായിരുന്നു. എവിടെ പോയത് വല്ല അറിവുണ്ടോ? അവനെന്തോ സൽക്കരണം ചെയ്യാൻ പോവാണെന്നും എന്റെ അനുഗ്രഹം വേണമെന്നൊക്കെ പറഞ്ഞു. ഇനി വരട്ടെ, ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എന്തോ ഒപ്പിക്കലുണ്ട് സാർ. എന്താടാ ഇതൊക്കെ? രസകരമായിരിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. പുത്തൻ പുലിവാലുമായിട്ടാണ് നമ്മുടെ കേശു വന്നിരിക്കുന്നത്. ഒരു കാറിൽ അങ്ങനെ ഒരു പെൺകുട്ടിയുമായിട്ട് ഹാരമൊക്കെ ഇട്ട് ബൊക്കയൊക്കെ പിടിച്ച് കല്യാണം കഴിഞ്ഞ് വന്ന ഒരു മോളിയിലാണ് ഇപ്പോൾ ഇതാ നമ്മുടെ കേശു ഉപ്പുമുളകൻ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാവരും അമ്മുമ്മയും ലച്ചുവും ഒക്കെ തന്നെ അത്ഭുതത്തോടെ നോക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയാൻ പറ്റാതെ എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഇതെന്താണ് കഥയെന്ന് തികച്ചും മനസ്സിലാവുന്നില്ല എന്ന് തന്നെ പറയാം. എന്തായാലും ഇന്നത്തെ രസകരമായിട്ടൊരു എപ്പിസോഡായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ ഊഹങ്ങൾ എന്താണെന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം, അല്ലെങ്കിൽ നമുക്ക് 6:30 വരെ കാത്തിരിക്കാം എന്താണ് ഉപ്പുമുളകും വീട്ടിൽ സംഭവിക്കാൻ പോകണമെന്ന്. ഇതുവരെയുള്ള ആളുകളെയൊക്കെ ഉപേക്ഷിച്ച് പുത്തൻ ഒരാളുമായിട്ടാണ് നമ്മുടെ കേശുവിൻ്റെ വരവ്. ആരാണ് എന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല. ആളാകട്ടെ തികച്ചും പുതിയതാണ്. മെർലിൻ ഒന്നുമല്ല, തികച്ചും പുതിയ ഒരു ആളാണ് വന്നിരിക്കുന്നത്. കാറിൽ നിന്നിറങ്ങി ഓടുകയെന്ന് തന്നെ ലച്ചുവിൻ്റെയും സിദ്ധുവിൻ്റെയും ഒക്കെ കാലിലേക്ക് വീഴുന്നുണ്ട് കേശു. എന്താണ് പുലിവാലെന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല. ഇത് ഇനി ആരുടെയെങ്കിലും സ്വപ്നമാണോ, നമ്മുടെ ഭവാനി അമ്മയുടെയോ അല്ലെങ്കിൽ ലച്ചുവിൻ്റെയോ ഒക്കെ സ്വപ്നത്തിലുള്ള സംഭവമാണോ, അതല്ല ശരിക്കും ഒറിജിനലാണോ എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും പുത്തൻ പുലിവാലാണ് നമ്മുടെ കേശു പിടിച്ചിരിക്കുന്നത്. അത് നല്ല രസകരമായിരിക്കും തന്നെയാണ് വിചാരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ്. എന്തായാലും നമുക്ക് 6 മണി വരെ 6:30 വരെ കാത്തിരിക്കാം എന്താണ് അതിൻ്റെ സസ്പെൻസ് എന്നറിയാൻ വേണ്ടി. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള പുത്തൻ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്യാനും ഞാൻ അപേക്ഷിക്കുവാണ്. അവനെന്തോ സൽക്കരണം ചെയ്യാൻ പോവാണെന്നും എന്റെ അനുഗ്രഹം വേണമെന്നൊക്കെ പറഞ്ഞു. ഇനി വരട്ടെ, ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എന്തോ ഒപ്പിക്കലുണ്ട് സാർ. എന്താടാ ഇതൊക്കെ? വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ ഭാഗങ്ങൾ കാണിക്കുമായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് ഒരു സ്വപ്നമായിരിക്കണം. ഭവാനി അമ്മയുടെയാണോ ലച്ചുവിൻ്റെയാണോ അമ്മായിയുടെയാണോ ആരെയാണെന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു സ്വപ്നമാണുള്ള സാധ്യതയാണുള്ളത്. ഒരിക്കലും കേശു ഇങ്ങനെ ഒരു പുത്തൻ ആളുമായിട്ട്, മെർലിനല്ലാതെയോ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ആളുകളല്ല, പുത്തൻ ഒരാളുമായിട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ആരാണ് സ്വപ്നം കണ്ടത്? ഇതിനു മുമ്പ് ഇതേപോലത്തെ ഒരു സ്വപ്നം വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുടിയനെക്കുറിച്ചൊക്കെ ഭവാനി അമ്മ കാണുന്ന സ്വപ്നം. അതുപോലെ ഏതെങ്കിലും ഒരു സ്വപ്നമാണോ അതല്ല യാഥാർത്ഥ്യമാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇതുവരെയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഉപ്പുമുളകും അനുബന്ധ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. നന്ദി.